നിങ്ങളാണോ വിളിച്ചത്? അതെ സാർ, ഞാനാ വിളിച്ചത്. എൻ്റെ പേര് ചന്ദ്രൻ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ലെഡ്ജറിൽ ഒപ്പിട്ടോളൂ. ഓക്കെ സാർ. പിന്നെ ഈ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ എങ്ങനെയാണ് സാർ? ആഴ്ചയിൽ 2-3 ദിവസം ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ ശരി സാർ. ഓക്കെ. അച്ഛാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ 10 ദിവസം കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുപോകാൻ വരണേ. തീർച്ചയായും. സന്ദീപേ, എന്താ സാർ? അദ്ദേഹത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇന്നുപോലെ ഒരാളും കൂടി ഉണ്ട് ഇട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ബാഗ് അവിടെ വെച്ചിട്ടിരുന്നോളെ. എന്താ പേര്? എൻ്റെ പേര് ചന്ദ്രൻ. നിങ്ങളെ പേരെന്താ? ഷെരീഫ്. ഞാൻ ബാലൻ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചിട്ടാ പോകുന്നത്. കഥകളൊക്കെ ഇനി നാളെ പറയാം, നിങ്ങളൊന്ന് വിശ്രമിച്ചോളെ. ചന്ദ്രന്റെ വീട് എവിടെയാ? ഉലാമന്തോട്. ബാലേട്ടന് ആരൊക്കെ ഉണ്ട്? അച്ഛനമ്മയൊക്കെ നേരത്തെ മരിച്ചു. ഒരു കല്യാണം കഴിച്ചു. കുട്ടികളില്ലാത്തോണ്ട് ഭാര്യ കെട്ടുപോയി. പിന്നെ കല്യാണം കഴിക്കാനൊന്നുമില്ല. ചന്ദ്രേട്ടൻ ആരൊക്കെ ഉള്ളത്? എൻ്റെ ഭാര്യ മരണപ്പെട്ടു. ഒരു മോനും മരുമോളും. അവര് ബാംഗ്ലൂരിലാണ്. ഇക്കാക്ക് ആരൊക്കെ ഉണ്ട്? എനിക്ക് ഭാര്യ ഒരു മകനുണ്ടായിരുന്നു. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് വിട്ടുപോയി. 20 വർഷമായി. നാട് വിടാൻ എന്താ കാരണം? സ്കൂളിൽ നിന്ന് ഒരു ദിവസം വരാൻ അവൻ നേരം വൈകി. അവൻ്റെ കൂട്ടുകാരോടൊക്കെ പോയി ചോദിച്ചാൽ അവരാരും കണ്ടില്ല എന്ന് പറഞ്ഞു. സ്കൂളിൽ വന്നിരുന്നു, പക്ഷെ സ്കൂൾ വിട്ടപ്പോൾ പോയി എന്ന് പറഞ്ഞ് ഭാര്യയൊക്കെ പോയി. ആകെ ബേജാറായി. അങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ കയറി വന്നു. ആ ദേഷ്യത്തിന് ഞാൻ അവനെ കുറേ തല്ലി. അങ്ങനെ എൻ്റെ കുട്ടി ഇറങ്ങിപ്പോ എൻ്റെ മോൻ. പിന്നെ ഇതുവരെ തിരിച്ചു വന്നില്ല. 20 വർഷമായി പോയിട്ട്. എന്നിട്ട് പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? പോലീസിൽ പരാതിയൊക്കെ കൊടുത്തു, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. 6 മാസത്തിന് ശേഷം എൻ്റെ ഭാര്യ മരിച്ചു. പിന്നെ ഞാൻ ഒറ്റക്കായി. ഒറ്റക്കെന്നല്ലല്ലോ, ഞങ്ങളൊക്കെ അല്ലേ. ഹലോ. കുഴപ്പമൊന്നുമില്ല. സുഖമാണ്. ശരി, ഞാൻ വിളിക്കണ്ട, പിന്നെ വിളിക്കണ്ട കേട്ടോ. പുതിയൊരാൾ വന്നിട്ടുണ്ട്. സന്ദീപ് വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 10 ദിവസം കഴിഞ്ഞ് പോകുന്നിങ്ങനെ പറയുന്നത്. ഇരിക്കണില്ലേ? ഇല്ല, പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അതെ, ശരി. ശരി. എന്താണ്, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിച്ചു മോളെ. ഉപ്പാക്ക് എങ്ങനെയുണ്ട്? കഫക്കെട്ട് കുറവുണ്ടോ? ആശ്വാസമുണ്ട് കുറച്ച്. ഒന്ന് നോക്കട്ടെ. ശ്വാസം എടുത്തു. കുഴപ്പമൊന്നുമില്ല. ഞാൻ മരുന്ന് മാറ്റി എഴുതാവേ. ഡോസ് കുറച്ച് മരുന്ന് കഴിച്ചാൽ മതി. ഇനി അച്ഛനെങ്ങനെയുണ്ട്? ഉറക്കം തീരല്ല, നല്ല ക്ഷീണം. നമുക്ക് BP ഒന്ന് നോക്കാം. ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? BP ലേശം കുറവുണ്ട്. ഞാൻ മരുന്ന് എഴുതാം, കഴിക്കാം എന്തായാലും. ചുമ കുറവുണ്ടോ? വലിയ കുറവൊന്നുമില്ല. ശ്വാസം ഒന്ന് നീട്ട് എടുത്തേ. ഞാനേ എന്തായാലും മരുന്ന് എഴുതാം. ഓക്കെ, അത് കഴിക്കണം, കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. ഉറങ്ങാറില്ലേ? പകലിങ്ങനെ കിടക്കും. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം കേട്ടോ. പുതിയ ആളാണല്ലേ? എന്താ പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻ. എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കണ്ടോ? ദൈവസഹായത്താൽ മരുന്ന് കഴിക്കേണ്ട അസുഖമൊന്നുമില്ല ഡോക്ടർ. വെരി ഗുഡ്. എന്നാ ഞാൻ പോക്കോട്ടെ. ഞാൻ മരുന്ന് എഴുതി കൊടുക്കാവേ, അവർ കൊണ്ടുവന്ന് തരും. കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ. എന്നാ ശരി, ഞാൻ പോവാം. ഇതിലെഴുതുന്ന മരുന്നേ കറക്റ്റായിട്ട്.
അല്ല ചന്ദ്രേട്ടാ, മോൻ 10 ദിവസം കൊണ്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ദിവസം 15 മോൻ വരില്ലേ? മോൻ വരും. അവൻ എന്തെങ്കിലും തിരക്കിൽ പെട്ടിട്ടുണ്ടാവും. എന്നാ പിന്നെ ഒന്ന് അങ്ങോട്ട് വിളിച്ചു പോയിക്കൂടെ ചന്ദ്രേട്ടാ? അതെ അതെ, അത് ശരിയാ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അതല്ല. അല്ല ചന്ദ്രന്റെ മോൻ വരില്ലേ? എവിടെ വരാനാ? ആ പാവത്തിനെ പറഞ്ഞ് പറ്റിക്കണതാ. ഹലോ, സുരേഷ് അല്ലേ? എന്താ അച്ഛാ, എന്തിനാ വിളിച്ചേ? എന്തിനാ വിളിച്ചതെന്ന് അനക്കറിയില്ലേ? 10 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞില്ലേ? നീ വേഗം ഇങ്ങോട്ട് വാ. അച്ഛനൊരു 10 ദിവസം പാട് ക്ഷമിക്കേ, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം. നീ വന്നിട്ടില്ലെങ്കിലേ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. മരിക്കുകയാണെങ്കിൽ അവനൊരു വീട്ടിൽ കിടന്ന് മരിക്കാലോ. അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിലെ വീട്ടിലോട്ട് വരാം. ഞാൻ എന്റെ മണ്ണ് വിട്ട് എങ്ങോട്ടും വരൂല. വീട് വാങ്ങിയ വകയില് കുറച്ച് കടണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ നമ്മുടെ വീട് വെച്ചു. എന്റെ ഈശ്വര, ഞാൻ എന്തീ കേക്കണേ? വീട് വിൽക്ക്. അച്ഛൻ സമ്മതിക്കില്ലെന്ന് അറിയാം, അച്ഛനോട് ക്ഷമിക്കണം. ആരോടൊക്കെ ക്ഷമിച്ചാലും എന്നോട് മാത്രം ഞാൻ ക്ഷമിക്കൂലടാ. ഞാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാ നീ വിറ്റത്. അച്ഛൻ ഞാൻ പറഞ്ഞു കേൾക്ക്. അച്ഛാ, ഹലോ. ഇനി നീ എന്നെ അച്ഛന്ന് വിളിക്കരുത്. എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് നീ നിന്റെ ഭാര്യയോട് സുഖമായിട്ട് ജീവിക്കും. എന്നോട് ചെയ്ത ഈ ചതിക്ക് നാളെ നിന്റെ മകനിലൂടെ നീ അനുഭവിക്കടാ. ഹലോ 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 അച്ഛാ, ഹലോ. അല്ലക്ക, ചന്ദ്രന്റെ ഫോൺ ചെയ്യാൻ വേണ്ടി കുറെ നേരമായല്ലോ, കാണാനില്ലല്ലോ. ശരിയാ, കുറെ നേരം നമ്മളൊന്ന് പോയി നോക്കിയാലോ? ചന്ദ്രേട്ട 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 നിക്ക, സാധനം വിളിച്ച്. ചന്ദ്രേട്ട സാറേ, ചന്ദ്രേട്ടൻ്റെ വീണ് കിടക്കണം, വിളിച്ചിട്ട് നീക്കണില്ല. എന്തുപറ്റി? മോന് ഫോൺ ചെയ്യാമെന്നു, പിന്നെ കാണുന്നത് ഇങ്ങനെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. ഹലോ, ഡോക്ടർ അല്ലേ? അതൊന്നും പെട്ടെന്ന് വരും, ഒരു എമർജൻസി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആയിക്കോട്ടെ. ഞാൻ നോക്കട്ടെ. സാറേ, ചന്ദ്രേട്ടൻ മരിച്ചു. അവരുടെ മോനെ അറിയിക്കണ്ടേ? എന്തായാലും വിരോധിച്ചേ പറ്റുള്ളൂ. ഒന്ന് പിടിച്ചു കിടക്കും. സാറേ, ഞാൻ പോക്കോട്ടെ, പേഷ്യൻ്റ് ഉണ്ട് അത്യാവശ്യം. ശരി. ഹലോ, സുരേഷ് അല്ലേ? സുരേഷോട് അത്യാവശ്യമായിട്ടൊന്ന് വരണം. അച്ഛനെന്തോ ചെറിയൊരു സുഖമില്ലായ്മ. അതെ, എനിക്ക് ഫോൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആള് തളർന്നു വീണതേ. അറ്റേക്കാണെന്ന് സംശയമുണ്ട്. എന്താ സുരേഷ് ഈ പറയണത്? എൻ്റെ അച്ഛനല്ലേ മരിച്ചിരുന്നത്? എന്നാ ശരി, എന്നാ ക്യാഷ് വേഗം അയക്ക്. ഓക്കെ. ഈ സുൽത്താൻ വീട്ടിൽ ഷെരീഫ് ഖാന്റെ വീട്ടിലേക്ക് എങ്ങനെ പോവാം? നടന്നിട്ടും പോവാ, വണ്ടിയിലും പോവാ. എന്ത് എന്താ സൈക്കിൾമ പോയാൽ അവിടെ എത്തൂലേ? ആനക്ക് എന്താണ് ആളെ കളിയൊക്കെ?
കളിയാക്കി വെച്ചല്ലേ ഞാനല്ലല്ലോ എനിക്ക് ഞാൻ ആരാണെന്ന് അറിയോ? വൈക്കൂടെ പോണ എല്ലാവരും പേരും വീടും ഒക്കെ ചോദിച്ചിട്ട് നടക്കലേ നിന്റെ പണി. അനക്ക് വല്ല കാറ്റെന്ന് വെച്ചാൽ എന്റെ പണി തച്ചു പോയി. പോവല്ലേ ഇത് ചൂടാവല്ലേ? എനിക്ക് ഇന്നെ മനസ്സിലായോ? എടാ 20 കൊല്ലം മുന്നേ നാടിട്ട് പോയിട്ടുള്ള സൽമാനല്ലേ? കള്ള. എടാ പിന്നെ എന്തൊക്കെ ഉണ്ടാ വിശേഷം? ഇങ്ങനെ പോണടാ, കുഴപ്പമില്ല. ഇതിന്റെ പനിമാനി കാണലുണ്ടാ? എടാ എന്റെ ഉമ്മ മരിച്ചു. ഉമ്മ മരിക്കേ? ആ. എപ്പോ? എടാ നാട് വിട്ട് പോയില്ലേ, അതിന് ശേഷം ഒരു 5-6 മാസം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്റെ ഉമ്മ മരിച്ചിരിക്കണത്. ഉമ്മ മരിച്ചോ? ആ ഉമ്മാനെ കാണാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉപ്പാനെ കാണലുണ്ടാ? സൽമാനെ ഞാന് അതിന് ശേഷം ഉപ്പാനെ കണ്ടിട്ടില്ല. ഉപ്പ ആരെ പറഞ്ഞു കേട്ടിന് ഉപ്പ വൃദ്ധസദനത്തിലേറ്റാണെന്ന് പറഞ്ഞു. എനിക്ക് അവിടെ സ്ഥലം അറിയോ? എവിടെയാണ് സ്ഥലം അറിയും. ഒരു 2-3 കിലോമീറ്റർ പോയാലാണ് വൃദ്ധസദനം ഉള്ളത്. സ്ഥലമൊക്കെ അറിയാം. ഒന്ന് പോയോക്ക. ആ പോയോക്കാം. ഇപ്പൊ പോയോക്ക. ആ പോവാ. ഒന്ന് കേറി കേറുവാ. കേറ് കേറ്. എന്ത് പറ്റി? വണ്ടി എന്താ അറിയില്ല, പെട്ടെന്ന് നിന്നു പോയി. ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യമായിട്ടൊരു വഴിക്ക് പോവാം. ടാങ്കർ തുറക്കാം. കാട്ടാക്കി നോക്കാം. ആട്ടാക്ക്. ഓക്കെ, താങ്ക് യു. ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോവായിരുന്നു. എന്ത് പേരെന്താ? കാവ്യ. ശരി. അല്ല സൽമാനെ, ഓളെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ. ആ കൊള്ളാം, വിട്ടു. ഞാനേ ഷെരീഫ് ഖാന്റെ മോനാ. എനിക്ക് ഉപ്പാനൊന്ന് കാണാം. ആ 20 കൊല്ലം മുന്നേ നാടോട്ട് പോയ മോനാണോ? അതെ. അതിന് കുറച്ച് കഴിയണം. ഇപ്പൊ അടുത്ത് പോകാൻ പറ്റില്ല, കാരണം ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അത് മതി. ശരി, വിളിക്കാം കേട്ടോ. ഇവിടെ പുറത്തുണ്ട്. ഓഹോ. ആ മാഡം, അനക്ക് നാളെ അറിയോ? 20 കൊല്ലം മുന്നേ നാടോട്ട് പോയ ഷെരീഫ് ഖാന്റെ മോനാ. ഓ, ഷെരീഫ് ഖാന്റെ മോനാണോ? ഉപ്പാനെ കാണേണ്ടി വന്നതാണ്. ആണല്ലേ, ഞങ്ങള് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ, മുൻകൂട്ടി പരിചയം ഉണ്ടല്ലേ? അല്ല, ഞാനിപ്പോ വരുന്ന സമയത്ത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ ആളെ ശരിയാക്കി തന്നെ. അത് ശരിയാ. പ്രശ്നം ഇവിടെ കഴിഞ്ഞു. കഴിഞ്ഞു. എന്നാ ഞാൻ പോക്കോട്ടെ. ഓക്കെ. ശരി. എന്താ പേര് പറഞ്ഞു? സൽമാൻ. ഓക്കെ, ശരി കേട്ടോ. കുറച്ച് തിരക്കല്ലേ. എന്താ ചൂട് സഹിക്കണില്ല. 2 മാസം സഹിച്ചേ പറ്റൂ. എന്താ ചെയ്യാ? അതാണ് ഇന്നെ മനസ്സിലായ? ആ, നീ ആ നാരായണന്റെ മോനല്ലേ? അതെ. ആ, എന്താണ് അച്ഛന് സുഖാണോ? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല, സുഖാണ്. ഞാൻ ബാത്റൂം പോയിട്ട്. ഈ നിൽക്കുന്ന ആളിനെ ഇക്കാക്കാന് മനസ്സിലായിക്കണ? ആ, ഇതിന്റെ മോൻ സൽമാനല്ലോ. കുട്ടിയോടെ പോയി മോനെ. ഞാൻ വന്നിപ്പാ. ഇപ്പൊ എവിടെ പോയി? എന്റെ ഉപ്പാനെ കാണാൻ ഞാൻ വന്നു. ഇവിടെ ഇന്നെ കുട്ടി ഇരുന്ന് കാണട്ടെ. എവിടേക്ക് ഞാൻ വന്നില്ലേ, പിന്നെന്താ? ഇപ്പാടെ കുട്ടി എവിടെ പോയിരുന്നത്? ഞങ്ങളെല്ലാം വിട്ടിട്ട് ഞാൻ കുറേ ദൂരം കുറേ സ്ഥലത്ത് അലഞ്ഞിരിഞ്ഞ് നടന്നു. ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോയത്. പോയി ഗുജറാത്തിലെത്തി. പിന്നെ അവിടെ പോയി പണിപ്പെട്ടു. പിന്നെ അവിടുന്ന് കിട്ടിയില്ല പോലെ. അതേ ഉണ്ടായത്.
എത്രത്തോളം ഞങ്ങൾ വിഷമിച്ചെന്നറിയോ. എൻ്റെ ഉമ്മാക്ക് എന്താ പറ്റിയപ്പാ? ഉമ്മ എങ്ങനെ മരിച്ചേ? ഉമ്മ ഇജ്ജ് പോയ സങ്കടം കൊണ്ട് ഇജ്ജ് പോയ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിട്ട് പോയി. ഞാൻ ഒറ്റക്കായി. ഇരുപത് കൊല്ലമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യപ്പാടെ മനസ്സിൽ ഇന്നുണ്ട്. എന്താണ്? സ്കൂൾ വിട്ടിട്ട് പാടെ കുട്ടി എവിടേക്കാന്ന് പോയത്? അത് ഇപ്പോഴാ ചോദിക്കണത്? അത് അന്ന് എന്നെ അടിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇത് എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. എൻ്റെ അമ്മ ഇപ്പം ജീവനോടെ ഉണ്ടാവും ചെയ്യും. അത് പാടെടുത്ത് പറ്റിയൊരു തെറ്റ്. അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ശിക്ഷ നിങ്ങൾക്ക് തരണ്ട. ഇപ്പം ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ വരാൻ പറ്റിയില്ല. ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചു. നീ പോയിട്ട് തിരിച്ചു വരും, കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് വിചാരിച്ചു. ഒരു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് വിചാരിച്ചു. ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് വിചാരിച്ചു. ഉമ്മാനെ ഞാൻ എന്തെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചതറിയാൻ പറ്റും. ഇപ്പൊ വിഷമിക്കണ്ട, ഞാൻ വന്നില്ലേ. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. പാടെ കുട്ടി എവിടെയും പോണ്ട, പാടൊപ്പം തന്നെ. ഞാൻ എവിടേക്കും പോകില്ല. പക സുഖല്ലേ? പാടെ സുഖമൊക്കെ പോയില്ലേ? ഇയും പോയി, പിന്നാലെ ഉമ്മയും പോയി. പിന്നത്തെ സുഖം പറയും. നമുക്ക് നമ്മളെ വീട്ടിൽ പോവാം. ഞാൻ മാനേജറോടൊന്ന് സംസാരിക്കട്ടെ. ആ മാനേജർ അവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. ഒന്ന് പോയി ചോദിച്ചിട്ട് പോവാം. പാടെ കുട്ടി പോയിട്ട് പോവാം, ചോദിച്ചിട്ട് പോവാം. ഞാൻ പോയിട്ട് വരാം. ആരൊക്കെ മാഷോ? എന്താ മാഷ ഈ വൈക്കൊക്കെ? മോളുടെ കല്യാണം ഉണ്ട്. അതെ, ഇരിക്കും. എന്നാണ് മാഷ കല്യാണം? ഓഗസ്റ്റ് 8-നാണ്. എവിടെ വെച്ചിട്ടാ? ഇരിപ്പാരസിൽ വെച്ചിട്ട് കുടുംബസമേതം പങ്കെടുക്കുകയാണ്. എത്ര മണിക്കാണ് മുഹൂർത്തം? 9:30-ക്കാണ് താലികെട്ട്. നമ്മളെ കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. എവിടേക്കാണ് മോളെ കൊണ്ടുവന്ന്? ചെർപ്പളശ്ശേരിക്ക്. ചെറുപ്പശ്ശേരി. എന്താ പയ്യൻ ജോലി? പയ്യൻ പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളാണ്. ഓ, ആയിക്കോട്ടെ. അപ്പൊ കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കുക. തീർച്ചയായിട്ടും. ഇറങ്ങട്ടെ. ഓ, ആയിക്കോട്ടെ മാഷെ. ഒരുപാട് സ്ഥലത്ത് പോവാ. അല്ലേ? ആയിക്കോട്ടെ. എന്താ സൽമാനെ, ഉപ്പാനെ കണ്ട് സംസാരിച്ചോ? ഉപ്പാനെ കണ്ട് സംസാരിച്ചു, സന്തോഷായി. ആയിക്കോട്ടെ. പിന്നെ ഇന്ന് തന്നെ ഉപ്പാനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടായിക്കോട്ടെ. ഉപ്പാക്ക് സമ്മതമാണ്, കൊണ്ടുപോവാം. ഉപ്പാക്ക് സമ്മതം അല്ലേ? ആ, നല്ല അടുത്തൊന്നും പേര് ഇപ്പോഴുള്ളൂ. ശരി. ഓക്കെ. സാറേ, സാർ ചെയ്തെന്ന ഉപകാരമൊന്നും ഒരിക്കലും മറക്കൂടല്ലോ. ഞാൻ പോട്ടെ. സന്ദീപ, ബാലേട്ടനും ഒറ്റക്കാണ് ഇവിടെ. കാര്യങ്ങളെല്ലാം സന്ദീപ് നോക്കണം. പോട്ടെ. പ്രത്യേകം പറഞ്ഞു. എന്താണ് കുട്ടികളെ പോലെ ബാലേട്ടൻ വിളിച്ചാലേ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം. 20 കൊല്ലമായിട്ട് കൂട്ടിക്കെടുക്കുന്ന വീടല്ല ബാലേട്ടൻ. ഞാനതൊന്ന് പോയി കഴുകി തുടക്കട്ടെ, എന്നിട്ട് ഞാൻ വരും. ബാലേട്ടനെ കൊണ്ടുപോകാം. നമുക്ക് ഇനിയുള്ളത് അവിടെ ജീവിച്ച വരുന്ന ജീവിച്ച ബാലേട്ടൻ നമ്മുടെ വീട്ടിൽ. ഓക്കെ.